ഇന്നത്തെ നമ്മുടെ വിഷയം നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി അല്ലേ. നെഗറ്റീവ് എനർജി മാത്രമല്ല ഉള്ളത്, അതുപോലെ തന്നെ പോസിറ്റീവ് എനർജി മാത്രമല്ല ഉള്ളത്, രണ്ടും ഉണ്ട് അല്ലേ. വ്യത്യസ്തമായ നല്ല ആളുകളും മോശപ്പെട്ട ആളുകളും ഉണ്ട്. അപ്പം നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും ഇവിടെ ഉള്ളതുപോലെ നമുക്കുണ്ടാവുന്ന നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വന്ന് ഭവിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിലേക്ക് അയക്കുന്നത്, ഇത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം, അതിനെ നമുക്ക് മാറ്റാൻ സാധിക്കുമോ എന്നുള്ളതാണ്. എങ്ങനെയാണ് ശരിയായ രീതിയിൽ മാറ്റുക എന്നുള്ളതൊക്കെ നമുക്ക് വിശദമായി പിന്നാലെ നോക്കാം. അപ്പൊ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വന്നാൽ ഉണ്ടാവുന്ന ആ ഒരു സംഭവം, അത് പ്രാക്കുദോഷമായിക്കോട്ടെ, ദൃഷ്ടിദോഷമായിക്കോട്ടെ, ഇനി ക്ഷുദ്രാഭിചാര കർമ്മങ്ങളായിക്കോട്ടെ, ഇനി നമ്മുടെ സമയദോഷമായിക്കോട്ടെ, കാലചക്രത്തിന്റെ ഗ്രഹപ്പിഴകളായിക്കോട്ടെ, ഏത് തന്നെയാലും എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ സമയദോഷം അല്ലെങ്കിൽ കാലക്കേട് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലാണ് ഇത് സംഭവിക്കുന്നത്. ശത്രുവ നമുക്ക് ഉണ്ടാകുന്നത് പോലും നമ്മളുടെ കാലക്കേട് സമയത്താണ്. നമ്മളെ തൊടുന്നതും പിടിക്കുന്നതും പറയുന്നതെല്ലാം പ്രശ്നം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നല്ല സമയത്ത് നമുക്ക് കുഴപ്പമൊന്നുമില്ല, മറ്റ് വിഷയങ്ങളൊന്നുമില്ല, നമ്മൾ പ്രശ്നം വെച്ച് നോക്കിയാൽ ദോഷം കാണിക്കുന്നില്ല. എന്നാൽ പ്രശ്നം വെക്കുന്ന ആളിന് അറിയത്തില്ല നമ്മുടെ സമയം മോശമാണോ അല്ലത്, പിന്നെ ആയിരിക്കും സമയം എന്താണ്, പക്ഷെ നമുക്ക് ദോഷം കാണിക്കും. അതിൻ്റെയൊക്കെ കാര്യം എന്താണ്? ആ നെഗറ്റീവ് എനർജി വരാൻ കാര്യം എന്താണ്? തീർച്ചയായിട്ടും ആ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വന്നത് നമ്മുടെ ബോധത്തിന്റെ അവസ്ഥയിലുള്ള വ്യതിയാനമാണ്. അതായത് കാലചക്രം കടന്ന് കറങ്ങുന്നതനുസരിച്ച് നമ്മൾ അതിനോടൊപ്പം സഞ്ചരിക്കുകയാണ്. നമ്മൾ ഓരോ വർഷം മുന്നോട്ട് പോകുമ്പോൾ ദശാപഹാരങ്ങൾ നമുക്ക് വരും. അപ്പോൾ നമ്മുടെ സമയം നല്ലതും ചീത്തയുമായിട്ട് വന്നു ഭവിക്കുക. അതിന്റെ കർമ്മസ സഞ്ചിത കർമ്മങ്ങൾ എന്ന് പറയും. അപ്പോൾ സമയദോഷമുള്ള സമയത്ത് നമുക്ക് അധികം ചിന്താശക്തി കുറവായിരിക്കും. ഉപദേശിക്കാൻ പോലും ആള് വന്നാൽ പോലും അവരെ പോലും നമ്മൾ തള്ളിക്കളയും. അങ്ങനെ ഒരുപാട് പേര് ആത്മഹത്യയുടെ വക്കിലൊക്കെ പോയതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഉപദേശം പോലും സ്വീകരിക്കില്ല. അപ്പൊ അത്രയ്ക്ക് ബോധം പറഞ്ഞു. അപ്പൊ അവരെ നോക്കിയിട്ട് ഇവന് എന്ത് ജന്മോടാന്ന് അവർ ചോദിക്കും. പക്ഷെ എന്തുകൊണ്ടാ? ഉപദേശം പോലും കേൾക്കുന്നില്ല, പക്ഷെ പിന്നെ മരണത്തിലേക്കായിരിക്കും പോവാ. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥ വന്ന് ഭവിക്കുന്ന സമയത്ത് ഇവർ ചെയ്യുന്ന പ്രവൃത്തികളുടെ കർമ്മഫലമാണ് ഈ നെഗറ്റീവ് എനർജി ആയിട്ട് ഇവരിലേക്ക് വരിക. അതായത് ഇവർ ഒരുപാട് ശത്രുക്കളെ ഈ സമയത്ത് സൃഷ്ടിക്കും. കാര്യം നേരത്തെ പറഞ്ഞു, നല്ല ബോധം ഉള്ള സമയത്ത് അവൻ ഇടപഴകേണ്ട രീതിയെക്കുറിച്ച് അവൻ ബോധവാനാണ്. അവന്റെ ബുദ്ധി അതുപോലെ അത് കൺട്രോൾ ചെയ്യും. ബോധത്തിനനുസരിച്ച് ബുദ്ധി പ്രവർത്തിക്കട്ടെ, അതാദ്യം മനസ്സിലാക്കണം. ബോധത്തിനനുസരിച്ച് ബുദ്ധി പ്രവർത്തിക്കുള്ളൂ. ഇപ്പൊ ബോധം ഡൗൺ ആവുന്നതനുസരിച്ച് ബുദ്ധി അതിനനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിലെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇണക്കങ്ങളും പിണക്കങ്ങളും ശത്രുതയും വൈരാഗ്യങ്ങളും ഒക്കെ ഉണ്ടാവുകയും ആ ശത്രുക്കളിലൂടെ ആ സമയത്താണ് നമുക്ക് നെഗറ്റീവ് എനർജി കൂടുതലായിട്ട് ഉണ്ടാവുക. അതായത് ശരിക്കും ക്ഷുദ്രാഭിചാരമെന്നോ അല്ലെങ്കിൽ ദൃഷ്ടിദോഷം, പ്രാക്കുദോഷം തുടങ്ങിയ കാര്യങ്ങളിലൂടെ വന്നു ഭവിക്കും. ഇത്തരം കാര്യങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ ഇത് നമ്മളിൽ വന്നിട്ടുണ്ട് എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? സമയദോഷം ഉള്ളപ്പം പ്രത്യേകിച്ച് ആർക്കും ഒന്നും അറിയാൻ പറ്റില്ല, മൊത്തത്തിൽ സമയദോഷമായിരിക്കും. നമ്മളിൽ ഉണ്ടാകുന്ന ചില സ്വഭാവ വ്യത്യാസങ്ങളും നമ്മളുടെ ചില കാര്യങ്ങളും എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം മടിയാണ്. അതായത് അതുവരെ ഊർജ്ജസ്വലനാണെങ്കിലും ബോധം കുറവായിരിക്കും, ചിന്താശക്തി കുറവായിരിക്കും, ഐഡിയ കാണത്തില്ല. ഈ സാധാരണ സമയദോഷമുള്ളവർക്ക്. പക്ഷെ ഇതുകൂടെ വന്നു കഴിയുമ്പോൾ ഒരു മടിയനായിട്ട് മാറും. അതായത് രാവിലെ എഴുന്നേക്കാൻ പ്രയാസം, ഉറക്കക്കൂടുതൽ, ഇരുന്നാലുറക്കം, കടയിൽ ജോലി ചെയ്താൽ ഉറക്കം തൂങ്ങുക. അതായത് ഈ ആള് ഈ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയങ്ങളെല്ലാം ഇയാൾക്ക് ഉറങ്ങണം എന്നൊരു ചിന്ത ഉണ്ടാവും. മയക്കം കിടന്നാൽ മതി, മയക്കം. അതുപോലെ തന്നെ ചില സമയത്ത് തലപ്പെരുപ്പ്, ചില വിശേഷപ്പെട്ട വെള്ളി ചൊവ്വ ദിവസങ്ങൾ തലപ്പെരുപ്പ്, ബുദ്ധിമുട്ടുകൾ, അവശത, ക്ഷീണം, ആഹാരം പോലും കഴിക്കാതെ കിടന്നുറങ്ങുന്ന സ്റ്റേജ്, ഉച്ച സമയത്തൊക്കെ കിടന്നാൽ പിന്നെ പൊങ്ങത്തില്ല, ഇങ്ങനെയൊക്കെ സ്റ്റേജിൽ ഉണ്ടാവുക. വെളുത്തവാവ് ദിവസങ്ങളിൽ കൂടുതൽ ക്ഷീണം ഉണ്ടാവുക. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വേഗം രൂപപ്പെടും. അതുപോലെ ചില ശരീരത്തിലെ ചില ഭാഗങ്ങളിൽ, കാലുകളിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുക, ചില പോയിന്റുകളിലൊക്കെ, ചില സ്ഥലങ്ങളിലൊക്കെ പോയി നിൽക്കുമ്പോൾ അവിടെ ബുദ്ധിമുട്ടുണ്ടാവുക, തലയ്ക്ക് പെരുപ്പുണ്ടാകും. നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിൽ ചില ഭാഗങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ ശരീരത്തിന് ഒരു അവശത ഉണ്ടാവുക, അങ്ങനെയുള്ള വിഷമങ്ങൾ. അതുപോലെ കയ്യിലെടുക്കുന്ന കാര്യങ്ങൾ പലതും കയ്യിൽ നിന്ന് വീണു പോവുക. അതിന് കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന വസ്തു നമ്മളെ കൈവിട്ട് താഴെ ഉടയുന്നതിനോ വീണു പോകുന്നതിനോ കാരണമുണ്ട്. നമ്മുടെ ചിന്തകളാണ് അതിന് കാരണം. ആ ചിന്തിക്കുന്നതിന് കാരണമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ആ ചിന്തിപ്പിക്കുന്നത് നമ്മുടെ വിഷയങ്ങളാണ്. വിഷയങ്ങൾ ഒന്നിനോടൊന്ന് ചേർന്ന് വരുമ്പോൾ ചിന്തകൾ കൂടും. ഇതാ ഞാൻ പറയുന്നത്, നെഗറ്റീവ് എനർജി വന്നുള്ള കാര്യങ്ങളായി പറയുന്നത്. അപ്പോൾ ആ പാത്രങ്ങൾ അറിയാതെ കയ്യിൽ നിന്ന് വീഴുക, എപ്പോഴും പാത്രങ്ങളുടെ ഒരു ശബ്ദം ആ വീട്ടിൽ പടപടാ കേട്ടുകൂട്ടിയിരിക്കും. എന്നാൽ കയ്യിൽ നിന്ന് വീഴുക, തെന്നി വീഴുക, കാല് തട്ടി മറിഞ്ഞു വീഴുക,
അത് നേരത്തെ ഒരു കുഴപ്പമില്ല പൊക്കോണ്ടിരിക്കും, പക്ഷെ പെട്ടെന്ന് അശ്രദ്ധ എന്നൊരു സംഭവം ഉണ്ടാവും. കണ്ണുണ്ടായിട്ടും കാണുന്നില്ലേ? ഒരു ചോദ്യമുണ്ട്. കണ്ണിന്റെ മുമ്പിൽ ഇരിക്കുന്ന വസ്തു കാണാതെ പോവുക, കണ്ണിന് മുമ്പിൽ ഉണ്ടായിട്ടും അത് കാണാതിരിക്കുക, അതിനെക്കുറിച്ച് ആവരാതി വേവലാതിപ്പെടുക, നടന്നു പോകുമ്പോൾ തട്ടി മറിഞ്ഞു വീഴുക, അശ്രദ്ധ ഉണ്ടാകുക. അശ്രദ്ധ എന്ന് പറയുന്നത് നമ്മുടെ ബോധം മറയുന്നതാണ്. നമ്മുടെ കണ്ണിലുള്ള ബോധമാണ് കാഴ്ചയെ വേഗം കണ്ടുപിടിക്കുന്നത്, ചെവിയുള്ള ബോധമാണ് പല കാര്യങ്ങളും കേൾക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് ഭവിക്കും. അവ അനാവശ്യമായ വഴക്ക്, നിസ്സാരമായ കാര്യത്തിന് വേണ്ടി ഉച്ചത്തിൽ സംസാരിക്കുക, ഇമോഷണൽ ആവുക, കൂടുതൽ ബൂസ്റ്റ് ആവപ്പെടുക, അതായത് ദേഷ്യം പെട്ടെന്ന് ബൂസ്റ്റായി വരിക, പിടിച്ചു നിർത്താൻ ഒക്കാത്ത ഒരു അവസ്ഥയിൽ വരിക, അതായത് നമ്മുടെ ബോധം കൺട്രോൾ ചെയ്യാൻ ബോധം മറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടാവും. പിന്നെ അതുപോലെയാണ് ഉള്ളിലാണ് നെഗറ്റീവ് ചെന്ന് അകപ്പെട്ടെങ്കിൽ, കൈവിഷം പോലുള്ള കാര്യങ്ങളാണ് ചെന്ന് അകപ്പെട്ടെങ്കിൽ, ഏത് വിഷയമായിട്ട് ബന്ധപ്പെട്ടാണോ ചെന്നപ്പെട്ടിരിക്കുന്നത് അവരെ പൂർണ്ണമായിട്ടും അവരെ അവിശ്വസിക്കില്ല. അവർ പറയുന്നത് കേട്ട് നടക്കും. പക്ഷെ അവർ ശരിക്കും റോങ് ആയിരിക്കും. അത് ഉള്ളിൽ കൈവിഷം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നെഗറ്റീവ് എനർജി ഉള്ളിൽ ചെന്ന വ്യക്തി അറിയത്തില്ല, അവരെ കൂടെ നടക്കും. അതാണ് എൻ്റെ ശരിക്കൊരു ശാസ്ത്രം. അത് അറിയാവുന്നവർക്ക് അറിയാതെ അത് അവർ കമന്റ് ഇടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവർ അവരെ മയങ്ങി അവരെ കൂടെ പോകുന്നുണ്ടാവും. പക്ഷേ അതുപോലെ തന്നെ പഠിത്തത്തിലാണെങ്കിൽ പഠിക്കുന്ന സമയത്ത് കൈ കഴക്കുന്ന പോലെ ഫീൽ ചെയ്യുക, പേന മൂവ് ചെയ്യുക, എഴുതുമ്പോൾ മൂവ് ചെയ്യുക. പക്ഷെ അവർക്ക് അറിയത്തില്ല എന്താ പറ്റിയെന്നുള്ളത്. അവർ നമ്മുടെ അടുത്ത് പറയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത്. കൈ മുന്നോട്ട് മൂവ് ആവില്ല, സ്റ്റക്കായി നിന്ന് പോവുക, അതുപോലെ തലപെരുപ്പുണ്ടാവുക, പഠിച്ചത് ഓർമ്മ നിൽക്കാതിരിക്കുക, പഠിച്ച കാര്യങ്ങളെല്ലാം പരീക്ഷയെ തൊട്ട് തലേന്ന് വരെ അല്ലെങ്കിൽ അന്ന് ഒരു ഓർമ്മയുണ്ട്, പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഊർജ്ജ മണ്ഡലമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിലുള്ളതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഒരു വ്യക്തി നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് അഭിചാരത്തിലുള്ളതാണോ ഉള്ളത്, അത് കൈവശമാണോ ഉള്ളത്. ഇത് ജ്യോതിഷ പ്രകാരം പറയുന്ന ഒരു കാര്യമാണല്ലോ, അത് ഞാൻ മാത്രം പറയുന്നില്ല. അതിനെ ഒഴിവാക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നതാണ്. ഇത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അങ്ങനെയല്ല, നമുക്ക് ഊർജ്ജം, അതായത് പ്രാണിഹിനി റേക്കുമുള്ള ഊർജ്ജത്തിലൂടെ അത് കാണുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് സിദ്ധൻ കാണുന്നതും. ആ ഊർജ്ജ നെഗറ്റീവ് എനർജിയെ നമുക്ക് കാണാം, പോസിറ്റീവ് എനർജിയെ നമുക്ക് കാണാം. ഉൾക്കണ്ണുകൊണ്ടാണ് കാണുന്നത്, നഗ്നേത്രം കൊണ്ടല്ല. അപ്പൊ അത്ര ആറിലേക്ക് ഉണ്ട് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാം. അതൊക്കെ അങ്ങോട്ട് മാറി ഇരുട്ട് മാറിക്കൊണ്ട് വെളിച്ചത്തിലേക്ക് പോകുന്ന പോലെ അവന്റെ ബോധം തെളിയുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് വരുന്നത് പോലെ തന്നെയാണ് അത് മാറ്റുവാനും സാധിക്കും. വരുന്ന സംഗതി ഒരു വ്യക്തിയിലേക്ക് സമർപ്പിക്കുന്നതാണ്. അത് തിരിച്ച് മറ്റൊരാൾക്ക് അത് മാറ്റുവാനും സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ചില വ്യക്തികൾക്ക് നിരന്തരമായ ചോര ഫലങ്ങൾ സംഭവിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോണം, എന്നും അങ്ങ് ചോര ഫലങ്ങളായിരിക്കും. അവിടെ മുറിയുക, ഇവിടെ മുറിയുക. ഇതെല്ലാം അശ്രദ്ധയിൽ നിന്നുണ്ടാവുന്നതാണ്. ഞാൻ വേഗം പറയുന്ന അശ്രദ്ധ എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കാൻ കഴിയാതെ പോവുക. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. ശ്രദ്ധിക്കാൻ കഴിയാതെ പോവുക, അതാണല്ലോ ശത്രുവിന്റെ ഏറ്റവും വലിയ വിജയവും. ഒരാളുടെ അശ്രദ്ധയാണല്ലോ അവന്റെ വിജയം. അശ്രദ്ധ വരുന്നവൻ എപ്പോഴും പരാജയത്തിലല്ലേ പോകും. ജീവിതമായാലും ശരി, അവന് ജോലി ആയാലും ശരി, അവൻ പരാജയത്തിലേക്ക് പോകും. അശ്രദ്ധയിൽ കൈമുറിയും കാലും മുറിയും, വീഴ്ച, അപകട, ആക്സിഡന്റ്, ഇതെല്ലാം അശ്രദ്ധയാണ്. പക്ഷെ അശ്രദ്ധ എന്ന് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അത് എന്നു മുതൽ ഉണ്ടായി എന്നുള്ളതാണ്. അയാൾ എന്ന് അശ്രദ്ധനാവുന്നത് അയാളുടെ ബോധം നന്നായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ക്യാച്ച് ആവാതെ, സബ് കോൺഷ്യസ് മൈൻഡോട്ട് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് കണക്റ്റഡ് ആവാതെ പോകുന്നതാണ്. അതായത് അയാളുടെ ഫ്രീക്വൻസിക്ക് ശക്തി കുറവായിരിക്കും. അതിന്റെ കാരണം ഈ പറഞ്ഞ ഊർജ്ജ മണ്ഡലം തന്നെയാണ്. ആ ഊർജ്ജ മണ്ഡലത്തിൽ നെഗറ്റീവിന്റെ അളവ് കൂടുമ്പോഴാണ് നമുക്ക് ദൂരങ്ങളിലേക്ക് ഫോക്കസ്ഡ് കുറയുന്നത്. അപ്പൊ ഇതാണ് ഇതിലുണ്ടാവുന്ന അനുഭവം. നമുക്ക് മാറ്റുവാനും സാധിക്കും. ഒരുപാട് പേർക്ക് മാറിയിട്ടുണ്ട്. നമ്മുടെ ശിഷ്യന്മാർ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ടോപ്പിക്ക് സംസാരിക്കും. ഓ നമസ്കാരം.